നമസ്കാരം. വിനോദ് നമ്പൂതിരി. ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടില്ലെങ്കിൽ നിശ്ചയമായും കേൾക്കേണ്ട ഒന്നാണ്, പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട എല്ലാവരും. എന്താണ് ഈ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ? ഇതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ തള്ളി വയ്ക്കപ്പെടുന്ന സംതൃപ്തി എന്നോ നീക്കി വയ്ക്കപ്പെടുന്ന സംതൃപ്തി എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ഈ തള്ളി വയ്ക്കപ്പെടുന്ന അല്ലെങ്കിൽ നീക്കി വയ്ക്കപ്പെടുന്ന? നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് സംതൃപ്തി തരണമെന്നില്ല, പക്ഷേ ഭാവിയിൽ നമുക്ക് തീർച്ചയായും സംതൃപ്തി തരും എന്നുറപ്പുള്ള കാര്യങ്ങളാണ് ഈ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോൾ സ്ഥിരമായി വാങ്ങപ്പെടുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ മേന്മ മനസ്സിലാക്കി വരുന്ന കുറച്ച് വ്യക്തികൾ, അവർ ഈ പറയുന്ന വിശിഷ്ട ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സവിശേഷത ഉള്ള ഉൽപ്പന്നങ്ങളുടെ ഭാഗമായിട്ട് സംതൃപ്തരായിട്ട് മാറുകയും അതിനുശേഷം ഈ ഒരു വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് വന്നു ചേരുകയും ഈ വ്യവസായം ഓഫർ ചെയ്യുന്ന പല 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 നേട്ടങ്ങൾ അത് വൺ ബൈ വൺ ആയിട്ട് അവർക്ക് അനുഭവത്തിലേക്ക് വരികയും ഒരു വിജ്ഞാനം എന്നുള്ള നിലയിലല്ല, അനുഭവം എന്നുള്ള നിലയിൽ തന്നെ അവരിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നതിന് സമയമെടുക്കും. ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. അങ്ങനെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയ. കൂടാതെ ഈ ഒരു ബിസിനസ്സിൻ്റെ നിങ്ങളുടെ സ്കോർ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ലീഡർഷിപ്പിൻ്റെയും ആകത്തുകയാണ്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം കൊണ്ട് ഒരാൾ ലീഡർ ആവില്ല, ഒരു ദിവസം കൊണ്ട് ഒരാൾ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആവില്ല, ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് മറ്റൊരാളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഇതിനൊക്കെ സമയമെടുക്കും. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും സ്കില്ല് ബിൽഡ് ചെയ്യാനും ഒക്കെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ക്ഷമയോടുകൂടി റിസോഴ്സുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, എന്താണ് റിസോഴ്സ്? ധാരാളം പണമൊന്നും ഇവിടെ വേണ്ടി വരില്ല, പക്ഷേ ഇഫേർട്ട് വേണം. അതേസമയം ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല ഇഫേർട്ട് വേണം, അതിനോടൊരു അദമ്യമായ അഭിനിവേശം വേണം. വരുമാനം കിട്ടാതെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള അതായത് ഭാവി ചിത്രങ്ങൾ കണ്ട് അതിൽ ഏർപ്പെടാനുള്ള ഒരു കപ്പാസിറ്റി വേണം. പിന്നെ തീർച്ചയായിട്ടും കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. എന്താണ്? നമ്മുടെ യാത്രകൾ, നമ്മുടെ ഭക്ഷണം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ മിനിമം പണം ആവശ്യമാണ്. ഇപ്പോൾ ഈവൻ ഒരു പ്രൊഫഷണൽ സൂം എടുക്കാൻ തന്നെ, അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇതൊക്കെ, ഈ ബിസിനസ്സൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് പോലും പൈസ ആവശ്യമുണ്ട്. പൈസയ്ക്ക് പൈസ തന്നെ വേണം. അപ്പോൾ ഇത് ഒന്നും വേണ്ട, എല്ലാം നേടിയെടുക്കാം, 5 പൈസ മുടക്കണ്ട, വെറുതെ കടം അറിയാൻ മതി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് വളരെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പണം കിട്ടുമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കിക്കൊണ്ട്, ഇപ്പോൾ കടം മേടിച്ച് കാറ് വാങ്ങിച്ചാലും അത് കമ്പനിയിൽ നിന്ന് കിട്ടിയ കാറാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് നേടുമെന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ചില സാധ്യതകൾ ജനിപ്പിച്ചുകൊണ്ടാണ് പലരും ഈ വ്യവസായത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്ലീസിങ് മെത്തേഡ്സ് ഉണ്ടാവും, പക്ഷേ പ്ലീസിങ് റിസൾട്ട്സ് ഉണ്ടാവില്ല. നിലനിർത്താൻ കഴിയുന്ന ഒരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ വളരെയധികം വിഷമിക്കുന്നത് കാണാം. പലപ്പോഴും സ്കിൽസ് ഇല്ലാതെ വരുമ്പോൾ, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണത്. സ്കിൽസ് ഇല്ലാതെ വരുമ്പോൾ ഹൈപ്പ് വഴി അത് നോക്കുകയാണ്. ഇപ്പോൾ ബിസിനസ് താഴേക്ക് വരുന്നു, ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് നിലനിർത്താൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ വരികയാണ്. അപ്പോൾ ഈവൻ നല്ല കമ്പനികളിൽ പോലും തെറ്റായിട്ടുള്ള പ്രാക്ടീസുകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം സ്കിൽ സെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതിനോടുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പല യങ്സ്റ്റേഴ്സും കടന്നു വരുന്നു. അവരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ 3 to 5 years വലിയൊരു പീരീഡായിട്ടാണ് തോന്നുന്നത്. പക്ഷേ സത്യത്തിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ലൈഫ് ലോങ് ബെനിഫിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ 3 to 5 years ഒന്നുമല്ല. ആ കാലഘട്ടം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും താൽക്കാലിക ജോലികളിൽ ഏർപ്പെടുക, പാർട്ട് ടൈം ആയിട്ടെങ്കിലും ഇതിനകത്ത് 2-3 മണിക്കൂർ ഇടാൻ കഴിയുന്ന തരത്തിലുള്ള സ്വയം തൊഴിലുകളിലോ ജോലികളിലോ ഏർപ്പെടുക എന്നുള്ളതാണ് ഇതിന് കറക്റ്റായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് ടേമിൽ ആദ്യം നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. ആ സ്കിൽസ് നമ്മുടെ ആസറ്റ്സ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുമെന്ന് കരുതുന്നു. കാരണം ഇന്നിപ്പോൾ ചുറ്റുവട്ടം കാണുന്ന പല കാര്യങ്ങളും നോക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം അസറ്റായിട്ട് മാറേണ്ടതിന് പകരം ലയബിലിറ്റി ആയി മാറുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ നല്ലതാണ്, വലിയ വീടും വണ്ടിയും ഒക്കെ എല്ലാവർക്കും വേണം, എല്ലാവരും ആസ്പയർ ചെയ്യാൻ വേണം. എല്ലാ തരത്തിലുള്ള സമ്പത്തും സുഖ ലോലുപതയും സമ്പൽ സമൃദ്ധികളൊക്കെ എല്ലാവർക്കും വേണം. പക്ഷേ ക്ഷമ ഉണ്ടാവണം. ആദ്യം ആസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം, ആസറ്റിൽ നിന്നുള്ള ഇൻകം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള
ലയബിലിറ്റി സ്വന്തമാക്കാൻ. അപ്പോൾ അസറ്റിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ കൊണ്ട് ആണ് ഈ ലയബിലിറ്റികൾ വാങ്ങുന്നതെങ്കിൽ നല്ലതാണ്. അതർവൈസ് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കടം മേടിച്ച് വണ്ടി മേടിക്കുകയും കടം മേടിച്ച് മറ്റു പല കാര്യങ്ങളും കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യുന്നത് ലോങ് ടേമിലേക്ക് ഡാമേജിങ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല റിയലിസ്റ്റിക് ആയിട്ട് ആളുകൾ കടന്നു വരുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയുകയും ചെയ്യും. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഒന്ന്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാർട്ട് ടൈമായി മാത്രം ഇത് ചെയ്യുക. ഫുൾ ടൈം നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജോലിയോ സ്വയം തൊഴിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാതിരിക്കുക. ഇല്ലെങ്കിൽ അത് കണ്ടെത്തിയതിന് ശേഷം മാത്രം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലേക്ക് വരിക. അപ്പോൾ ഹൗസ് വൈഫ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഹൗസ് വൈഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇനീഷ്യൽ സ്റ്റേജുകളിൽ ഇതിനാവശ്യമായ റിസോഴ്സിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായിട്ടുള്ള തുക, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അതിനൊക്കെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ടിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ അവർക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് അവരും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ തട്ടി നിൽക്കും. അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഉള്ള ഒരു റിസൾട്ട് വരാതെ വരുമ്പോൾ പലപ്പോഴും നിരാശരായിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കും. മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ്, അത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം അത് മനസ്സിൽ കാണണം. അതിനെ ഒരു 3 to 6 years കാണുകയാണെങ്കിൽ എപ്പോഴും സേഫ് ആയിട്ടുള്ളൊരു കാര്യം. അതനുസരിച്ച് നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഇതൊരു ഷുവർ ഗെയിമാണ്. ഒരിക്കലും അവഗണിക്കാൻ സാധിക്കാത്ത തരത്തിൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു സംഗതിയാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ കുറവ് കൊണ്ട് ഒരു വലിയ അവസരം നഷ്ടപ്പെടുത്തരുത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. പ്ലീസിങ് റിസൾട്ടാണ് നമുക്ക് വേണ്ടത്, പ്ലീസിങ് മെത്തേഡ്സ് അല്ല. പ്ലീസിങ് മെത്തേഡ് വഴി നിങ്ങൾ കുറേ പേരെ അട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ്. കടം അറിയാൻ മതിയെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആൾക്കാരെ കൊണ്ടുവരാം. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തുകൂടെ, കടം അറിയാൻ പോരെ എന്നൊക്കെ പറഞ്ഞ് വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണെന്നുള്ള രീതിയിൽ ഇതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പേരെ കുറച്ച് കാലത്തേക്ക് വെറുതെ ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവും. കുറച്ച് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനോ കുറച്ച് ആൾക്കാരെ ചേർപ്പിക്കാനോ ഒക്കെ കഴിയുന്നുണ്ടാവും. പക്ഷേ ഒരിക്കലും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഈ ഒരു ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഈ അവസരത്തെക്കുറിച്ചും ഈ ഇൻഡസ്ട്രി മുന്നോട്ട് വയ്ക്കുന്ന വലിയ തരത്തിലുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ചും ഒക്കെ ബോധ്യം വരുന്ന, അല്ലെങ്കിൽ ബോധ്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് തീർച്ചയായിട്ടും ലോങ് ടേമിൽ തന്നെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ഹൈപ്പ് ചെയ്യാതെ, ഈ ഒരു കാര്യത്തെ അനാവശ്യമായിട്ട് ഒരു 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 ഹൈപ്പിന് വിധേയമാക്കാതെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സമീപിക്കുകയും ബോധവൽക്കരണത്തിൽ ഊന്നുകയും സ്കിൽ ഡെവലപ്മെൻറ്റിൽ നിങ്ങളുടെ നിപുണത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിനെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.